അതാ പറഞ്ഞത്. ദൈവത്തിന്റെ ആടാണെങ്കിൽ ഏതൊക്കെ വേഷം ധരിച്ച്, ഇപ്പൊ അതൊക്കെ പറയാം, എന്റെ പപ്പ ഏതൊക്കെ വേഷം ധരിച്ചു വന്നാലും അമ്മ ഏതൊക്കെ വേഷം ധരിച്ചു വന്നാലും ഒന്ന് ശബ്ദിച്ചാൽ എനിക്ക് തിരിച്ചറിയാം. എന്താ? അതാണ് മക്കളും അപ്പനും അല്ലെങ്കിൽ മക്കൾ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഈ ജനമെല്ലാം ദൈവമക്കൾ എന്ന് പറയുന്നു. ദൈവം തന്നെ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തിട്ട് അവരിലൂടെ സംസാരിച്ചത് അത് പത്രോസാണ് പറഞ്ഞത്. എനിക്ക് വേണ്ട എന്ന് പറയുന്നെങ്കിൽ അവർ ദൈവശബ്ദം കേട്ടിട്ട് എക്സ്പീരിയൻസ് ഇല്ല. ദൈവത്തിന്റെ ആടല്ല. ദൈവത്തിന്റെ ആടാണെങ്കിൽ ഈ ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനപ്പെടുമെന്ന് പത്രോസിനോട് പറഞ്ഞെന്ന് അവർക്ക് മനസ്സിലാകും. മനസ്സിലാകത്തുണ്ട് വേറൊരുവിന്റെ ശബ്ദം. നമ്മളോ അന്യനെ വിട്ട് ഓടിപ്പോയി. എവിടെ? അന്യൻ പെന്തക്കോസ്ത് സഭയായിരുന്നു. അതുകൊണ്ട് ഓടിയിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നു. ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവർ അന്യനെ അനുഗമിക്കാതെ എന്റെ വചനം കേൾക്കും. ഞാൻ അവയെ പേർ ചൊല്ലി വിളിച്ച് പുറത്തെ, ജീവിതത്തിൽ പേരുള്ളവരെ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവയ്ക്ക് മുമ്പായി ഞാൻ വഴി നടത്തും. അതാ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം. അപ്പോൾ സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എന്നത് പത്രോസ് പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നാലും അത് പരിശുദ്ധാത്മാവ് ആരാണ്? ഞാൻ, പുത്രൻ പറയണ്ടേ, യേശു, ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. എവിടെ നിങ്ങൾ എടുക്കുക? യേശു പറയുന്നു പോയി മടങ്ങി വരുന്നു. പുത്രൻ തന്നെ പോയി മടങ്ങി വരികയാണ്. ഇപ്പോൾ ഇത് ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങൾ ഇരിക്കുന്നു. അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് പത്രോസിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആര് സംസാരിച്ചു? ഇതേ യേശു ക്രിസ്തു തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്നാനമേൽപ്പിന് എന്ന് പറഞ്ഞത് ആരാണ്? അതേ കർത്താവ് തന്നെ. പിശാച് എന്ത് ചെയ്തു? ഇതിനെ മൂന്നാക്കി. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോയാലും ആക്ഷരികമായിട്ട് എടുത്തിട്ട് അവർ മൂന്നാക്കും, ആത്മീയമായി ഒന്നാക്കില്ല. അവർ മരിച്ചവരാ, ദൈവത്തിന്റെ ജനമല്ല, അവർക്ക് ശബ്ദം കേട്ടുള്ള പരിചയമില്ല. ഓക്കെ. വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിനായി പിന്തിരിഞ്ഞ് വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന പറഞ്ഞാൽ പത്രോസിനെ പറഞ്ഞത് വേണ്ട, യേശു പറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ അവർ വിഗ്രഹാരാധികളാണ്. കത്തോലിക്ക മതം, പെന്തക്കോസ്ത് എന്താണ്? ദൈവമാണ് സംസാരിച്ചതെന്ന് ബോധ്യമായാൽ അതിൽ കയറി പിടിച്ചോളൂ. പത്രോസിലല്ല, ഇനി ആര് പറഞ്ഞാലും ശരി, ദൈവമാണ് പറഞ്ഞതെങ്കിൽ ദൈവം ഉപയോഗിച്ച ശരീരമല്ല വലുത്, ശബ്ദം തിരിച്ചറിഞ്ഞത് ആരാണ്? എന്റെ ആടുകൾ. അപ്പൊ ഈ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളൊന്നും ദൈവത്തിന്റെ ജനമല്ല. ദൈവത്തിന്റെ ജനമാണെങ്കിൽ പത്രോസിനോട് സംസാരിച്ചത് ദസ് സൈതലോടാണെന്ന് മനസ്സിലാക്കി അതിൽ കയറി പിടിക്കും. അപ്പോഴെന്തുണ്ടാവും? എന്റെ നാമനിമിത്തം പഴി ദൂഷി നിന്ന് പരിഹാസം ഉണ്ടാകും. എന്തുകൊണ്ട്? അന്നുണ്ടായിരുന്നില്ല ഏറ്റവും മോശമായ ഒരു വ്യക്തി. മറിയ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കുമായിരുന്നു, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞെങ്കിൽ കേൾക്കുമായിരുന്നു. പത്രോസ് എന്താ? ആ 120 കൂട്ടത്തിൽ ഒരിക്കലും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് ജീവപുസ്തകത്തിൽ പേർ മാറ്റി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വേറെ, പിതാവ് വേറെ, പരിശുദ്ധാത്മ വേറെ എന്ന് പറയുന്നവൻ, ദൈവം വേറെ എന്ന് പറഞ്ഞിട്ടും യേശു വേറെ എന്ന് പറഞ്ഞിട്ടും ഇവർ ആരാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ. ഒന്നാമത്തെ കൽപ്പന തന്നെ ലംഘിച്ചിരിക്കുന്നു. ദൈവത്തെ അല്ലാതെ മറ്റാരെ ആരാധിക്കരുത്. അവരുടെ വായ കൊണ്ട് വേറെ എന്ന് പറയുന്നത് കൊണ്ട് വിഗ്രഹാരാധിയാണ്. നമ്മൾ വല്ല പ്രകാരം പിന്തിരിഞ്ഞ് അവരുടെ ഇടയിലോ അവരുടെ ഉപവാസ പ്രാർത്ഥനയെന്നോ അവരുടെ ആരാധനയെന്നോ വീട്ടിൽ വെച്ച് നടത്തിയിരുന്നാലോ ദൂരെ വെച്ച് നടത്തിയിരുന്നാലോ അല്ലെങ്കിൽ വീട്ടിനടുത്തല്ല ഇന്ന് അവിടെ പോയി വചനം കേൾക്കാൻ കുഴപ്പമില്ല എന്ന് പറയുന്നെങ്കിൽ പരിശോധിക്കുക. ദൈവം പറയുന്നു അരുത്, ഛർദിൽ തിരിഞ്ഞു തിന്ന നായ്ക്കളെ പോലെ ആകരുത്. അല്ല, എന്റെ ആത്മാവ് അതിനോടാണ് അനുകൂലമാകുന്നെങ്കിൽ ശാസിക്കുക, വിട്ടുകളയുക, വചനത്തോടൊപ്പം നിൽക്കുക. ഓക്കെ.